അവൻ്റെ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യമാണ് ഇന്ന് രാവിലെ ഞാൻ ബോർഡിലിട്ടിരിക്കുന്നത്. ഒരാൾക്ക് ഇതൊന്ന് വായിക്കാമെങ്കിൽ വായിച്ചു. സമുദ്രം വായിച്ചു. ആരിലും ഒരാൾ വായിച്ചു. സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരിക്കയാൽ എന്റെ വിശുദ്ധ പർവ്വതത്തിലെങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല. ഇവിടെ ഇത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ രാജാവായി ഭരിക്കാൻ പോകുന്ന സമയത്ത് നിറവേറ്റപ്പെടുന്ന ദൈവിക വാക്തത്വമാണിത് കേട്ടോ. 10-ാം വാക്യം 9-ാം വാക്യം, സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരിക്കയാൽ, പരിജ്ഞാനം കൊണ്ട്, ദൈവത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് ഒരു പെർഫെക്ഷൻ ഒരു സ്ഥലത്ത് വന്നാൽ പിന്നെ അവിടെ ആർക്കും ഒരു ദോഷമോ നാശമോ ചെയ്യാൻ പറ്റുകയില്ല. അങ്ങനെ ഒരു പെർഫെക്ഷൻ വെളിപ്പെട്ടാൽ അടുത്ത വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. അന്നാളിൽ വംശങ്ങൾക്ക് കൊടിയായി നിൽക്കുന്നവനെ അന്നാളിൽ വംശങ്ങൾക്ക് കൊടിയായി നിൽക്കുന്ന ഇശായി വേരായവനെ ജാതികൾ അന്വേഷിച്ചു വരും. അവന്റെ വിശ്രമസ്ഥലം ഗ്ലോറിയസ് ആയിരിക്കും. ആൻഡ് ഹിസ് റെസ്റ്റ് ഷാൽ ബി ഗ്ലോറിയസ്. അവന്റെ വിശ്രമസ്ഥലം മഹത്വമുള്ളതായിരിക്കും. ഇത് അക്ഷരാർത്ഥത്തിൽ നിറവേറ്റപ്പെടാൻ പോകുന്നത് യേശുക്രിസ്തുവിൻ്റെ 2-ാമത്തെ വരവിന് ശേഷം ഈ ഭൂമിയിൽ കർത്താവ് സിയോനിൽ രാജാവായി ഭരിക്കുമ്പോഴാണ്. ചരിത്രമറിയാതെ ഈ വാക്യങ്ങൾ വായിച്ച് ദൂതുകൾ മാത്രം പറയുന്നവരുണ്ട്. ഞാൻ അതിനൊന്നും എതിര് പറയുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ പശ്ചാത്തലം കൂടെ പ്രാർത്ഥിക്കുമ്പോൾ അറിഞ്ഞു പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് കാര്യത്തിൽ ധൈര്യം വരാൻ തുടങ്ങും. ഇവിടെ നിങ്ങൾ വായിക്കൂ, അവൻ്റെ വിശ്രമസ്ഥലം മഹത്വമുള്ളതായിരിക്കും, ഗ്ലോറിയസ് ആയിരിക്കും. ഇത് കർത്താവിനെ കുറിച്ചാണ് ഈ പ്രവചനം പറയുന്നത്. യെശയ്യാവിൻ്റെ പുസ്തകം 11-ാം അധ്യായം ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചന നിവൃത്തിയാണ്. അപ്പോൾ ക്രിസ്തു അവൻ്റെ ആത്മാവിനെ കുറിച്ചാണ് 1-ാം വാക്യത്തിൽ 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്. ഈശായുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും, അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. ഇന്നലെ രാത്രി നമ്മളത് പറഞ്ഞതായതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. അപ്പോൾ അവൻ്റെ നടുക്കെട്ട് നീതിയും അവൻ്റെ വിശ്വസ്തത അരക്കച്ചയുമായിരിക്കും. തൊട്ട് നമ്മൾ വായിച്ചു, ആദാമ്യ പാപത്തിൽ വന്ന സകല നെഗറ്റീവുകളും, അതായത് ഒരു മൃഗത്തിന് മറ്റൊരു മൃഗത്തെ കണ്ടുകൂടാത്തത്, മൃഗത്തിൻ്റെ ഭക്ഷണം, സർപ്പവും കുഞ്ഞും തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം മാറി ഇതിനെ മുഴുവൻ ദൈവാത്മാവ് ദൈവത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറച്ച് ദൈവാത്മാവ് യഹോവയുടെ പർവ്വതത്തെ ഒരു ദോഷം പറ്റാതെ സൂക്ഷിക്കും. ഇത് നിങ്ങൾക്കിത് ഈ ഭൂമിയിൽ ഇപ്പോൾ അനുഭവിക്കാം. ഇതാണ് എൻ്റെ വിഷയം. 10-ാം വാക്യം, അന്നാളിൽ ഞാൻ വായിച്ചു, ജാതികൾ ഈശായി വേരായവനെ അന്വേഷിച്ചു വരും, അവൻ്റെ വിശ്രമസ്ഥലം മഹത്വമുള്ളത്. ഇനി നിങ്ങൾ വായിച്ചു നോക്കൂ, ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ. അന്നാളിൽ കർത്താവ് തൻ്റെ ജനത്തിൽ ശേഷിച്ചിരിക്കുന്ന ശേഷിപ്പിനെ അശൂരിൽ നിന്നും ഇസ്രയേലിൽ നിന്നും പത്രോസിൽ നിന്നും കൂഷിൽ നിന്നും ഏലാമിൽ നിന്നും ഷീനാരിൽ നിന്നും ഹമാത്തിൽ നിന്നും സമുദ്രത്തിൻ്റെ ദ്വീപുകളിൽ നിന്നും വീണ്ടും കൊള്ളുവാൻ 2-ാം പ്രാവശ്യം കൈനീട്ടും. ഈ പറയുന്ന പദങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. 2-ാം പ്രാവശ്യം ദൈവം കൈനീട്ടും. ഒരു സെക്കൻഡ് ടച്ച്, ഒരു സെക്കൻഡ് ദൈവിക ഇടപെടൽ ദൈവാത്മാവ് തൻ്റെ ജനത്തിനു വേണ്ടി തുറക്കാൻ പോകുന്നു. എപ്പോൾ? ഈശായുടെ വേരിൽ നിന്ന് ഒരു കുറ്റി മുളച്ചു വരുമ്പോൾ, 7 ആത്മതലം തുറന്നു നിൽക്കുന്ന ഒരുവൻ എഴുന്നേറ്റ് വരുമ്പോൾ, ഒരു രണ്ടാം പ്രാവശ്യം ദൈവത്തിൻ്റെ കരം ദൈവാത്മാവ് നീട്ടുന്നവനാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിച്ചു. നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവാത്മാവ് നിങ്ങൾക്ക് തുറന്നു വന്നിരിക്കുന്ന, നിങ്ങൾ വീണ്ടെടുത്തിരിക്കുന്ന ഒരു മേഖലയുണ്ട്. എന്നാൽ 2-ാമതൊരു പ്രാവശ്യം കൂടെ ഒരു ദൈവിക വിടുതൽ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ തുറക്കാൻ പോവുകയാണ്. ഇത് കർത്താവ് ഇന്നലെയാണ് എന്നോട് സ്ട്രെസ് ചെയ്ത് സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകതയുള്ളത്, യഹോവ മിസ്രയീം കടലിന് നടുവിൽ നാവിന് ഉന്മൂലനാശ വരുത്തും. അവൻ ഉഷ്ണക്കാറ്റോടുകൂടെ നദിയുടെ മീതെ കൈ ഓങ്ങി അതിനെ അടിച്ച് 7 കൈവഴികളാക്കി ചെരുപ്പ് മനയാവ കടക്കുമാറാക്കും. കണ്ടോ? അപ്പൊ ഇത് പണ്ടൊരിക്കൽ നടന്നിട്ടുള്ളതാണ്. 2-ാമത് ഒരു വിടുതൽ കൂടെ, രണ്ടാമത് ഒരു ഇടപെടൽ കൂടെ, ദൈവിക ഇടപെടൽ കൂടെ
കർത്താവ് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ഉണ്ടാകും. അത് ഉണ്ടാകാൻ പോകുന്നത് കർത്താവ് ഈ ഭൂമിയെ ഭരിക്കുന്ന 1000 ആണ്ട് വാഴ്ചയിലാണ്. ആ സമയത്ത് ഇത് ഉണ്ടാകുമെന്ന് തന്നെയാണ് യെശയ്യാവ് പ്രവചിച്ചു വെച്ചത്. യെശയ്യാവിലെ പ്രവചനങ്ങൾ സത്യത്തിൽ കർത്താവിൻ്റെ മഹത്വമുള്ള വരവിൽ നടക്കുന്ന സംഭവമാണ് കേട്ടോ. അതറിയാതെ നിങ്ങൾ യെശയ്യാവിൻ്റെ പ്രവചനത്തിലെ വാക്യങ്ങൾ മാത്രം ധ്യാനിച്ച് നിങ്ങൾക്ക് തെറ്റുപറ്റരുത്. അപ്പം നമ്മളുമായിട്ടുള്ള ബന്ധം എന്താണ്? നമ്മളുമായിട്ടുള്ള ബന്ധം പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്ന് വായിച്ചോ, ഈ വാക്യം കൂടെ വായിച്ചാൽ അത് മനസ്സിലാകും. ഈ വാക്യം വായിക്കുമ്പോഴാണ് യെശയ്യാവും നമ്മളുടെ ബന്ധം മനസ്സിലാകുന്നത്. എടുത്ത ഈ വാക്യം, 4-ാം വാക്യം. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും അടുത്ത വാക്യം വായിച്ചു. പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ. അവിടെ നിൽക്കട്ടെ. ഇതെല്ലാവരും ഈ പിന്മാറ്റത്തെ കുറിച്ച് പറയാനാണ് ഈ വാക്യം എടുക്കാറ്. നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ചോ. ദൈവത്തിന്റെ നല്ല വചനം, അതിന്റെ സ്റ്റെപ്പ് പറയുന്നുണ്ട്. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട്, അപ്പൊ പ്രകാശനം, സ്വർഗീയദാനം, പരിശുദ്ധാത്മാവ്, നല്ല വചനം. അടുത്തത് വരുവാനുള്ള യുഗത്തിന്റെ ശക്തി. അപ്പൊ 5-ാമത്തെ സ്റ്റെപ്പാണ് ഈ വാക്യത്തിൽ വരുവാനുള്ള യുഗത്തിന്റെ ശക്തി പറയുന്നത്. അപ്പൊ അതിനു മുമ്പ് 2-ാം വാക്യത്തിൽ കിടക്കുന്നു ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം. അപ്പൊ ഇതിന്റെ സ്റ്റെപ്പ് നിങ്ങൾ നോക്കിയേ. ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം നമ്മൾ ആദ്യം കേട്ടു. 2-ാമത് നമുക്ക് പ്രകാശനം ലഭിച്ചു. 3-ാമത് നമുക്ക് സ്വർഗീയ ദാനം കിട്ടി, ആസ്വദിച്ചു. 4-ാമത് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. 5-ാമത് ദൈവത്തിന്റെ നല്ല വചനം കിട്ടി. ഈ 5 കാര്യങ്ങളിലൂടെ വളർന്നു വന്നവർക്ക് വരുവാനുള്ള യുഗത്തിന്റെ ശക്തി തുറക്കും. അപ്പോഴാണ് നമ്മൾ പോയിന്റിലേക്ക് വന്നത്. ആ വരുവാനുള്ള യുഗം ഏതാ? അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയെ രാജാവായി ഭരിക്കുന്ന പുതിയ യുഗമാണ്. അപ്പൊ ആ യുഗത്തിലാണ് നമ്മുടെ കർത്താവ് ഈ ഭൂമിയെ ഭരിക്കുന്നത്. അപ്പൊ അന്നിവിടെ എന്തുണ്ടാകുമോ ആ യുഗത്തിന്റെ ശക്തി നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ നമുക്ക് അനുഭവിക്കാം. നിങ്ങളുടെ വീട്ടിൽ ഇന്ന് അനുഭവിക്കാം. വരുവാനുള്ള യുഗത്തിന്റെ ശക്തി ഈ 5 തലങ്ങളിലൂടെ വളരുന്നവരുടെ വീട്ടിൽ ഇന്ന് രാവിലെ അനുഭവിക്കാം. ഇനി ഈ വാക്യം ഞാൻ ഒന്നുകൂടെ പറയുന്നു. സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരിക്കയാൽ എൻ്റെ വിശുദ്ധ പർവ്വതത്തിലെങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല. 1, ദോഷം നാശം ആർക്കും ചെയ്യാൻ പറ്റില്ല. 2, യഹോവയുടെ വിശ്രമസ്ഥലം ആ സ്ഥലമാണ്. യഹോവയുടെ വിശ്രമസ്ഥലം അവിടെയാണ്. അവന്റെ വിശ്രമസ്ഥലം മഹത്വമുള്ളതാണ്. 3, രണ്ടാമത് അവൻ കൈനീട്ടും. 4, അവനൊരു കൊടി ഉയർത്തും. കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ. ഞാൻ പ്രധാനപ്പെട്ട ചില വാക്തത്വങ്ങൾ മാത്രം പറയുന്നു. 7 കൈവഴിയായി ചെരുപ്പ് നനയാതെ കടക്കുന്ന ഒരു തലം ദൈവാത്മാവ് തുറക്കും. അപ്പൊ ഇത്രയധികം വരുവാനുള്ള യുഗത്തിന്റെ ശക്തി ഇപ്പോൾ നിങ്ങളുടെ ഭവനത്തിൽ അനുഭവിക്കാം. ഇനി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണേ. ഉറപ്പുണ്ടെങ്കിൽ ഇങ്ങനൊരു തലം എന്നിൽ കർത്താവ് തുറക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മൈക്കിൾ അൺമ്യൂട്ട് ചെയ്ത് ഈ നിലയിൽ പ്രാർത്ഥിച്ചു. ഈ നിലയിൽ ഈ വെളിപ്പാട് പറഞ്ഞു പ്രാർത്ഥിച്ചു. ഷഖബന വേദപ്രൗഷമന ഘടകധനാരകഷസ്. മൈക്കിൾ അൺമ്യൂട്ട് ചെയ്ത് എല്ലാവരും പ്രാർത്ഥിച്ചു കേട്ടോ. ഷാഖ ലഭപ്രൗഷമന ഹംദൽ പ്രൗഢമന ഘടകധനം വേദപ്രൗഷമന ഹത്തുരാവനാരഘടക പ്രൗഷമന ഘടകവന. അങ്ങനെ ഒരു മഹത്വത്തിന്റെ തലം ദൈവം നിങ്ങളുടെ മേൽ തുറക്കും. അങ്ങനെ ഒരു മഹത്വത്തിന്റെ തലം, വരുവാനുള്ള യുഗത്തിന്റെ ശക്തി നിങ്ങളുടെ കുടുംബത്തിൽ തുറന്നു വരും. വരുവാനുള്ള യുഗത്തിന്റെ ശക്തി നിങ്ങളുടെ കുടുംബത്തിൽ തുറന്നു വരും. ആദ്യ വചനങ്ങളെ വിട്ട് ലബാബ ബാക്ഷി കലേജിനി ഹൗഷിബിനി ലാംദ ലേഖിനി ഷെഖൂര വായ്ദൽ പ്രൗഷമന റേഖു റംബ പ്രൗഷമനം. അതുരവന ഹർഷസ്കനാദിര പ്രൗഢവന ഘടകജന വാദ പ്രൗഷമന ഹംദൽ പ്രൗഢവനം.
ശബനഗദുരബനഗദുരബന ഹർഷസ്കനാദിരാദര പ്രൗഢബനഗദുരബനഗടഗദന ലീഖബാന വൈഡ പ്രൗഢ ജപപ്രൗഷബന ഹംദൽ കടഗദന വാദ പ്രൗഷബന ഹംജൽ പ്രൗഷബന അതുരബന ഗക്ഷ പ്രൗഢബന ഹട്ടസ്കനാദിരാദനം ചബർഷസ്കന ലവന്തുരാദന പ്രൗഷസ്കനാദിന റിബാനവാന ഹർഷസ്കനാദിരാദന ലബാധിനി അട്ടസ്കനാധിര പ്രൗഷസ്കനാധിര പ്രൗഢബന ശസ്കന ലിബാന വശസ്കനാദിന ഇങ്ങനെ നിങ്ങൾ ദൈവാത്മാവിനാൽ ദൈവത്തിൻ്റെ വചനത്താൽ, ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞ മെസ്സേജും കൂടെ കൂട്ടിച്ചേർത്താണ് പറയുന്നത് കേട്ടോ. നിങ്ങൾ ആത്മതലത്തിൽ വളരുന്ന ഒരു വളർച്ച നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ തുടങ്ങിയാൽ അല്പം കഴിയുമ്പോൾ ദൈവം നിങ്ങളുടെ മേൽ ചില ആത്മതലത്തിൽ നിങ്ങളുടെ ആത്മീക സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കുന്ന സ്പിരിച്വൽ ഓർണമെന്റേഷൻ ദൈവാത്മാവ് ചെയ്യാൻ തുടങ്ങും. അത് നിങ്ങളുടെ മേൽ ചിലരുടെ മേൽ ദൈവാത്മാവ് ചെയ്യും കേട്ടോ. അങ്ങനെ വീടിനകത്ത് ആത്മാവിനകത്ത് വളരുന്നവരുടെ മേൽ ദൈവാത്മാവ് സ്പിരിച്വൽ റിലത്തിനകത്ത് ചില കൈമാറ്റങ്ങൾ കർത്താവ് ചെയ്യും. അതിനകത്ത് ഒരു വാക്യം ഞാൻ നിങ്ങളെ ഇപ്പോൾ കാണിക്കാം. ഇത് നിങ്ങൾ എല്ലാവരും വിശ്വസിക്കരുത് കേട്ടോ. ദൈവം എൻ്റെ മേൽ അങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് എല്ലാവരും വിശ്വസിക്കരുത്. നമ്മുടെ ആൾക്കാർക്ക് ഒരു കുഴപ്പമുള്ളത്, വേട് അവർ വിശ്വസിക്കില്ല. ഒരു അന്യഭാഷ ചേർത്തൊരു ദൂത് പറഞ്ഞാൽ അവർ ചാടിപ്പിടിക്കും. ഞാൻ അതിനെതിരല്ല പറയുന്നത്, പക്ഷെ വേട് നിങ്ങൾ വിടരുത്. ഈ വാക്യം ഒരാൾ വായിച്ച്
അന്നാളിൽ സൈന്യങ്ങളുടെ യഹോവ തന്റെ ജനത്തിന്റെ ശേഷിപ്പിന് മഹത്വമുള്ള ഒരു കിരീടവും ഭംഗിയുള്ള ഒരു മുടിയും. വായിച്ചു, അടുത്ത വായിക്കോട്ട് വായിച്ചു. ന്യായവിസ്താരം കഴിപ്പാൻ ഇരിക്കുന്നവനോ ന്യായത്തിന്റെ ആത്മാവും പട്ടണവാതുക്കൽ വെച്ച് പടയെ മടക്കി കളയുന്നവർക്ക് വീര്യബലവുമായിരിക്കും. അപ്പൊ നോക്കിയേ, അങ്ങനെ ആത്മതലത്തിൽ വളരുന്ന ഒരു ഭക്തൻ തന്റെ ജനത്തിന്റെ പ്രത്യേകത, നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ജനത്തിന്റെ പ്രത്യേകത, യഹോവ തന്റെ ജനത്തിന്റെ ശേഷിപ്പിന് മഹത്വമുള്ള കിരീടവും ഭംഗിയുള്ള മുടിയുമായിരിക്കും. അപ്പൊ യഹോവ ഇവരുടെ മേൽ മഹത്വമായിട്ട് ഇറങ്ങി വരൂ, കിരീടമായിട്ട് ഇറങ്ങി വരുമോ? അപ്പൊ തേജസ് യഹോവ ഇറങ്ങി വരുമ്പോൾ എങ്ങനെയാണ് നമ്മളിത് കാണുന്നത്? ഒരു ഗ്ലോറിയസ് റിലമല്ലേ ഓപ്പൺ ആകുന്നത്, മഹത്വമല്ലേ ഇറങ്ങി വരുന്നത്. മഹത്വം ഇറങ്ങി വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? തീ പോലെയല്ലേ നമ്മൾ അനുഭവിക്കുന്നത്. ഹലോ, മഹത്വം ഇറങ്ങി വരുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നത് എങ്ങനെയാണ്? തീ പോലെയാണ്. അപ്പൊ തീ പോലെ യഹോവയാകുമ്പോൾ ഇറങ്ങി വരുമെന്ന് മാത്രമല്ല, ഇവിടെ പറയുകയാണ് തന്റെ സൈന്യങ്ങളുടെ യഹോവ തന്റെ ജനത്തിന്റെ ശേഷിപ്പിന് അവൻ മഹത്വമുള്ളൊരു കിരീടമായിരിക്കും, ഭംഗിയുള്ള ഒരു മുടിയായിരിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ ചിലരെ കർത്താവ് ദൈവത്തിന്റെ മഹത്വം അവരുടെ ബോഡിയിൽ ഇറങ്ങി കത്തുന്ന കാഴ്ച കാണിച്ചു കൊടുത്തു കേട്ടോ. അങ്ങനെയുള്ളവര് ഉറപ്പോടെ പ്രാർത്ഥിച്ചു കേട്ടോ. നിങ്ങളുടെ മേൽ ജീവൻ, ആത്മാവും ജീവനും തുറന്നവരുടെ മേൽ ഇനി മഹത്വത്തിന്റെ റിലം തുറക്കാൻ പോവുകയാണ്. അപ്പൊ ഈ ഗ്ലോറിയസ് റിലം ഓപ്പൺ ആകുമ്പോ ന്യായത്തിന്റെ ആത്മാവിനെ അവൻ തുറക്കും. ന്യായവിസ്താരം കഴിപ്പാനിരിക്കുന്നവന് ന്യായത്തിന്റെ ആത്മാവ് തുറക്കും. ന്യായമായത് നിനക്ക് ലഭ്യമാകേണ്ടത് നിന്നിൽ നിന്ന് അടർത്തിക്കളഞ്ഞവരുടെ മുമ്പിൽ ദൈവത്തിന്റെ ഇടപെടലുകൾ വെളിപ്പെടാൻ തുടങ്ങും. പടയെ നയിക്കുന്നവർക്ക് അവൻ വീര്യബലമുള്ളവനായി മാറാൻ തുടങ്ങും. നമ്മുടെ കുഞ്ഞുങ്ങളെ അവൻ കരുതുന്നവനും നടത്തുന്നവനും സൂക്ഷിക്കുന്നവനും പരിപാലിക്കുന്നവനുമായി നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂടെ കർത്താവ് ഇരിക്കാൻ തുടങ്ങും. നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? ഇങ്ങനെ മഹത്വമുള്ള കിരീടമായിട്ട് ഇറങ്ങി വരുന്ന നമ്മുടെ കർത്താവ് എല്ലാവരും എല്ലാ തലങ്ങളൊന്ന് തുറക്കാൻ പ്രാർത്ഥിക്കാം നമുക്ക്. എന്നിട്ട് നമ്മുടെ ഇന്നലെ പറഞ്ഞ കുഞ്ഞുങ്ങളുടെ പേര് മുഴുവൻ നമുക്ക് ഒന്നും കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഒന്ന് പ്രാർത്ഥിച്ചോ. ഈ വചനം നിങ്ങളുടെ അകത്ത് ഉറപ്പാകുന്നുണ്ടെങ്കിൽ, സൈന്യങ്ങളുടെ യഹോവ ശേഷിപ്പിന്റെ മേൽ ഒരു കിരീടമായിട്ട് ഇറങ്ങി വരുമെന്ന് ഉറപ്പ് വരുന്നുണ്ടെങ്കിൽ അവരെ മൈക്കൊക്കെ അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ച്, അവരെല്ലാം മൈക്കോ അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചോ. അന്യഭാഷ പ്രാർത്ഥിച്ചു. ഷഖപന ലംബ പ്രൗഷപന ഹംദൽ കടകദനം Shaka Paradina Shaka Shvala Handel Karadina Praushas Kanadina
കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മുടെ മക്കളെ ഓർത്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചിരുന്നു. ഇന്നലെ മിനിഞ്ഞാന്ന് നമ്മുടെ ഹേമ സിസ്റ്റർ ആ വിഷയങ്ങൾ കൂടെ ഒന്നുകൂടെ ചേർത്ത് പറഞ്ഞ് പ്രാർത്ഥിപ്പിച്ചിരുന്നു. നമ്മുടെ തലമുറകളെ നമ്മൾ ദൈവസന്നിധിയിൽ കർത്താവിലേക്ക് പ്രാർത്ഥിച്ച് കൈമാറാൻ തയ്യാറാണെങ്കിൽ നമ്മൾക്ക് കർത്താവ് വളർത്താൻ തന്നിരിക്കുന്നതാണ്. നമ്മളിതിനെ ഒരു പരിധി വിട്ട് മക്കളെ സ്നേഹിക്കേണ്ടെന്നോ മക്കളെ കരുതുന്നുണ്ടെന്നോ അല്ല ഞാൻ പറയുന്നത്. ഇത് എന്താണ് സിസ്റ്റം എന്നൊരു ബോധം നമ്മുടെ അകത്ത് വന്നാൽ ദൈവത്താലുള്ള ഒരു അറിയാതൊരു പ്രൊട്ടക്ഷൻ നമ്മുടെ തലമുറകളുടെ മേൽ വെളിപ്പെട്ട് വരാൻ തുടങ്ങും. നമ്മളൊന്നുകൂടെ നമ്മുടെ ആ തലമുറകളെ മുഴുവൻ നമ്മൾ ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എനിക്ക് ഏകദേശം 40ഓളം പേരാണ് തലമുറകളുടെ പേര് അന്ന് അയച്ചു തന്നത്. നമ്മൾ ആ പേരുകൾ ഒന്ന് വായിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാവരും പേരുകൾ വായിക്കുമ്പോൾ ഞാൻ കുറച്ച് നമ്മളൊരു 10-15 മിനിറ്റ് നമ്മുടെ മുമ്പിലുള്ളത്. ആ സമയത്തിനുള്ളിൽ നമുക്ക് ഈ കുഞ്ഞുങ്ങളെല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഷസ്കനാദിനാദന പ്രൗഷസ്കനാദിനാദന പ്രൗഢവനഘടകഥന. ഓക്കെ, ഞാനത് കാണത്തക്കവണ്ണം ഇട്ടിട്ടുണ്ട്. നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ ആദ്യം തന്നെ സാധാരണ ഞാൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യാത്തതാണ്. എന്തോ അന്ന് ആദ്യം പറയുമ്പോൾ ഞങ്ങളുടെ മക്കളുടെ പേര് ആദ്യം പറഞ്ഞു പോയി. അത് എഴുതിയപ്പോൾ അതുപോലെ അങ്ങനെ തന്നെ ടൈപ്പ് ചെയ്തു. ഞങ്ങളുടെ മക്കൾ 3 പേര് ജോസഫ്, ജോഹന്ന, ജുനീറ്റ. നമ്മളൊരു 10 കുടുംബങ്ങളുടെ പേര് പറഞ്ഞിട്ട് 1 മിനിറ്റ് നേരം പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അങ്ങനെ 40 ഉണ്ട്. അപ്പോൾ 4 മിനിറ്റും ഞാൻ പറയുന്ന സമയം വരും. അവരുടെ പഠനം, ഇതെല്ലാം എല്ലാ കുഞ്ഞുങ്ങളുടെയും പേര് നമ്മൾ പറയുമ്പോൾ അവരുടെ പഠനം, അവരുടെ ഭാവി, അവരുടെ എന്താ പറയുക മറ്റെല്ലാ കാര്യങ്ങളും, അതിനേക്കാളൊക്കെ അപ്പുറത്ത് ഇവർ ക്രിസ്തുവിന് വേണ്ടി ഇസഹാക്കിനെ പോലെ യാഗമാകുന്ന ജീവിതം നയിക്കാനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവാത്മാവി തലമുറകളെ മുഴുവൻ, ഞാൻ ഇനി എല്ലാവരും കാര്യത്തിൽ ആവർത്തിച്ച് പറയില്ല. ഇതിനകത്ത് അഡ്മിഷൻ, പഠനം, ഇപ്പോൾ നല്ല വിജയം നേടിയവരുണ്ട്, അഡ്മിഷന് വേണ്ടി ഇരിക്കുന്നവരുണ്ട്, ജോലിക്ക് വേണ്ടി പോകാനിരിക്കുന്നവരുണ്ട്, PR വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഇങ്ങനെ കണ്ടമാനം ആവശ്യങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നവരുണ്ട്. നമ്മളെല്ലാ ആവശ്യവും കൂടെ പറയുന്നില്ല. ഇപ്പോൾ നമ്മളെ കുഞ്ഞുങ്ങളെ ബ്ലെസ് ചെയ്യുകയാണ്. നമ്മുടെ തലമുറകൾ ബ്ലെസ്സഡായി മാറണം. അതോടൊപ്പം തന്നെ നമ്മൾക്കും ഇവരെക്കുറിച്ചൊരു വെളിപ്പാട് ദൈവത്തിൽ ഉണ്ടായി വരണം. ദൈവം ഇവരെ കുറിച്ച് ആഗ്രഹിക്കുന്നതിലേക്ക് ദൈവം ഇവരെ നടത്തണം. ജോസഫ്, ജോഹന, ജുനീറ്റ, ആനിസ് ജെയ്സന്റെ മക്കൾ ഏബൽ, അന്ന, അനന്യ, ആര്യ റോസ് വിൽസന്റെ മക്കൾ നാഥാൻ, ജൊഹാൻ, ബ്രൈറ്റിയുടെ മക്കൾ സെറ, ഷാവുൻ, ഡെയ്സി ഡേവിസിന്റെ മക്കൾ ജോസഫ്, ആനറ്റ്. ഇതിനകത്ത് ഭാവി സംബന്ധമായ വിഷയങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുന്ന വിവാഹ കാര്യങ്ങളൊക്കെ ആയി നിൽക്കുന്നവരുണ്ട് കേട്ടോ. അവരെയും കൂടെ ഓർത്തേക്കാവേ. ഡെൽഫി സിസ്റ്റർ മക്കൾ ദബോര, ദാനിയൽ, ഡയാനയുടെ മക്കൾ ഇവാൻ, ഏദൻ, ഡോക്ടർ റീനയുടെ മക്കൾ ഹൈഡൻ, ഹെലിസ, ജോയ്, ഗ്രേസി ഡേവിഡിൻ്റെ മക്കൾ ജെറി, ഷെറി, ആര്യ, സിംചോ, ഗ്രേസി ടീച്ചറുടെ മക്കൾ മിഥുൻ, മനു. ഈ 10 കുടുംബങ്ങളെ ഓർത്തുകൊണ്ട്, 10 കുടുംബങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്തുകൊണ്ട് ഒരൊറ്റ മിനിറ്റ് എല്ലാവരുമായി കൺമുട്ടിത് പ്രാർത്ഥിച്ച് ഷഖബന. ഈ കുഞ്ഞുങ്ങളുടെ മേലിൽ പ്രത്യേക പ്രൊട്ടക്ഷൻ. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇങ്ങനെ ഒരിക്കലും പേര് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടാത്തതാണ്. പരിശുദ്ധാത്മ പക്ഷേ എന്തോ ചിലവെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ്. ലാഭാരാബാന ശഖുറാബാനഗശസ് കനാഭിരാബനാരഗശസ് ലകറാബനാദന ജീവപ്രൗഷമന ഹത്തൽ പ്രൗഢമനഗടഗദനം ലാഭാരാബാന ഹംദൽ പ്രൗഢമനഗടഗദനം അന്തൽ പ്രൗഢപനം ചലപക്ഷപരം ധലപക്ഷപരം ധലപക്ഷപരം ധലപക്ഷ പ്രൗഢം വരവം
നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ഞാൻ കുറച്ച് കുഞ്ഞുങ്ങളുടെ പേരുള്ളത് കൊണ്ടാണ് എൻ്റെ മൊബൈലിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ ഇപ്പം ഞാനത് ഓർത്ത് പറയും. പക്ഷേ അടുത്തൊരു സമയം വരുമ്പോൾ ഞാൻ അത് വിട്ടുപോകും. ഇപ്പോൾ നമ്മുടെ ബീന സിസ്റ്റർ എൻ്റെ മൊബൈലിലേക്ക് അയച്ചിട്ടുണ്ട്. നിങ്ങൾ സൂമിനകത്ത് നിങ്ങളത് ഇട്ട് കഴിഞ്ഞാൽ ദെബോര ഈ ലിസ്റ്റിലേക്ക് അത് ചേർക്കും. ഞാനല്ല ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്, ദെബോരയാണ്. അവരവിടെ അർദ്ധരാത്രിയായിട്ട് അവർ പ്രാർത്ഥിക്കാൻ കയറിയിരിക്കുകയാണ്. ദെബോര സിസ്റ്റർ, ലിനി സിസ്റ്റർ, അവരൊക്കെ UK നിന്ന് കയറിയിരിക്കുന്ന അവിടെ പാതിരാത്രി സമയമാണ്, 2 മണി നേരമാണ്. അവരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. 2, 4, 6:30. ഓക്കെ, നമ്മൾ ഇനി അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. ഉഷ നെറ്റോ സിസ്റ്റർ, അവരുടെ മക്കൾ മാർട്ടിൻ, യോഹാന, നമുക്ക് അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഹന്ന സിസ്റ്ററുടെ മക്കൾ ഹന്ന, ജോന, നമുക്ക് കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഹേമ സിസ്റ്റർ മക്കൾ ലിയോണ, ലിൻഡി, നമുക്ക് ആ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ജാനറ്റിൻ്റെ മക്കൾ മിയ, ലിയോ, ആബിൻ, ടെസിയ, അന്ന, എയ്ഡൻ. ഓക്കെ, നമുക്ക് ഈ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ജെസ്സി ജേക്കബിൻ്റെ മക്കൾ അമിത്, സഞ്ജയ്, കുഞ്ഞുങ്ങളെ നമുക്ക് ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ലിനി എബ്രഹാമിൻ്റെ മക്കൾ ഷാൻ, ജോന, നമുക്ക് കുഞ്ഞുങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ലിനി അഗസ്റ്റിൻ്റെ മക്കൾ ജോഷുവ, കെസിയ, നമുക്ക് കുഞ്ഞുങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ശുഭസിസ്റ്ററുടെ മകൻ്റെ പേരും ജോഷു എന്നാണ്. 2 പേരുടെ പേരും ജോഷു എന്നാണ്. പ്രത്യേകിച്ച് നമുക്ക് 2 ജോഷുമാർക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് അവരെ അനുഗ്രഹിക്കട്ടെ. നിർമ്മല സിസ്റ്ററുടെ മക്കൾ നിഖിൽ മോൻ്റെ വിവാഹമാണ് 29-ാം തീയതി. നിഖിൽ മോൻ്റെ വിവാഹം കഴിക്കാൻ പോകുന്ന മോളുടെ അമ്മ ആണെന്നെൻ്റെ ഓർമ്മയിൽ തീരെ സീരിയസ് ആയിട്ട്, അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ വല്യമ്മ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് അത്ഭുതകരമായി സൗഖ്യം കൊടുക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ജോൺസൺ പാസ്റ്റർ മക്കൾ ജോഷുവ, ഹന്ന, നമുക്ക് അവരെ ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രഭാ ജോർജിൻ്റെ മക്കൾ റോണി, രഞ്ജു, റയാൻ, നമുക്ക് പ്രാർത്ഥിക്കാം. 1 മിനിറ്റ് വരെ ഈ കുഞ്ഞുങ്ങളെല്ലാം ഓർത്തുകൊണ്ട് 1 മിനിറ്റ് വരെ എല്ലാവരുമായി കൺമുട്ടിട്ട് പ്രാർത്ഥിച്ചു. നമ്മുടെ തലമുറകളെ നമ്മൾ ഇന്ന് രാവിലെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഷക്കാബാനവ ശംദലാബിനാബനാരകശസ് ലബരബാനവ ശക്കറാബിനാബനാരകശസ് ശഖബാലബ റബപ്രൗഷബന ഹംദൽ പ്രൗഢബന ജീവപ്രൗഷബന ഹത്തൽ പ്രൗഢബന ഹംദരാഭിനാബന പ്രൗഷബന ഘടകദനം ജീവം ബബാനബ പ്രൗഢബന ഘടകദന വേദ പ്രൗഷബന ഘടകദന ആരഗശസ് നമ്മുടെ ഈ തലമുറകളാണ് അടുത്ത ദൈവരാജ്യത്തിൻ്റെ മഹിമ എന്ന് പറയുന്നത്. ഇവരെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് എല്ലാവരും ഈ സമയത്ത് പ്രാർത്ഥിക്കണം കുഞ്ഞുങ്ങളെ ഓർത്ത്. ഞാൻ ഈ പറയുന്ന കുഞ്ഞുങ്ങൾ, നിങ്ങൾ ആരെങ്കിലും സ്ട്രെസ് ചെയ്ത് ദൈവാത്മാവ് ഇടപെടുന്നെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് മുഖപക്ഷമല്ല, പരിശുദ്ധാത്മാവ് ചിലപ്പോൾ ചില കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങളുടെ അകത്തൊരു പേര് പറയുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ മാതാവിൻ്റെ പേര് പറയുമ്പോഴൊക്കെ ഒരു സ്ട്രെസ് നിങ്ങളുടെ അകത്ത് തന്നാൽ പ്രത്യേകമായിട്ട് നിങ്ങൾ ആ കുഞ്ഞുങ്ങളെ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കണമെന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുന്നു. 21 പ്രഭാ ജോർജ്, അവരെ റോണിയുടെ മക്കളുടെ പേരാണ് ആദ്യം എഴുതിയിരിക്കുന്നത്. ടിന, സിജോ, എസക്കിയേൽ, യസ്ര, നമുക്ക് കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രമീള സിസ്റ്റർ മക്കൾ ജോൺ, ജോയാക്കീം, രാജാവിൻ്റെ പേരൊക്കെയാണ് ജോയാക്കീം, നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ അരവിന്ദിൻ്റെ മക്കൾ അനുഗ്രഹ സോറി എൻ്റെ കണ്ണും പിടിക്കാതായി. അനുഗ്രഹ, ആയുഷ്, ശബരി, വിനീത, നമുക്ക് ആ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. രജന സിസ്റ്റർ മകൾ എലിഷേബയെ
നമുക്ക് ദൈവരങ്ങളെ കേൾപ്പിച്ച് പ്രാർത്ഥിക്കാം. രാജു ജോൺ ബ്രദറിന്റെ മകൾ നീതു, നിതിൻ, കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. റീത്ത സിസ്റ്റർ മകൾ സ്നേഹ തോമസ്. ഈ വിവാഹം കഴിയാത്ത കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ ഇതിനകത്ത്, അവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ. ദൈവാത്മാവ് തക്ക തുണകളെ വേഗത്തിൽ ക്രമീകരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സജിനി സിസ്റ്റർ മക്കൾ ഡോറിയ, ഡെന്ന, നമുക്ക് കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങൾക്ക് ഈ എക്സാം കഴിയുന്നവരെ എക്സാമിന് മാർക്ക് കിട്ടാനായിരുന്നു പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നത്. അഡ്മിഷന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു വാക്ക് നമുക്ക് അതും കൂടെ ഓർക്കാം ഈ സമയത്ത്. സാന്ദ്ര ജോർജിന്റെ മക്കൾ സൈറ, മിഖീലി, രണ്ട് കുഞ്ഞുങ്ങളെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. സാവിയുടെ മക്കൾ ജോഷുവ, സോയെ, കാലേബ്, കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഷീജ സിസ്റ്റർ മക്കൾ അഭിൻ എസ് രാജൻ, അരുൺ എസ് രാജൻ, ആഷിഖ് എസ് രാജൻ, ഇത്രയും കുഞ്ഞുങ്ങളെ ഓർത്തുകൊണ്ട് എല്ലാവരും മൈക്കൺമുട്ടിന്ന് പ്രാർത്ഥിച്ചു. എല്ലാവരും 1 മിനിറ്റ് വരെ മൈക്കൺമുട്ടിന്ന് പ്രാർത്ഥിച്ചു. ഷഖബനഗദുര ശവം തരാബിന പ്രൗഷവന ഗടഗദന ലബത്തുരാദന. കുഞ്ഞുങ്ങളെ ഒന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ചു. കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. ജബാബബ നഗപ്രൗഷവന റബപ്രൗഷവനം. പരിശുദ്ധാത്മാവേ, ഈ രാവിലെ ഞങ്ങളെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കുഞ്ഞുങ്ങളെ മുഴുവൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ ഇവരെ അനുഗ്രഹിക്കുന്നു. ഇവരുടെ ജീവിതത്തെ തെറ്റായ ബന്ധങ്ങൾ മുറിഞ്ഞു മാറട്ടെ. ഇവർ അഡിക്ഷനിൽ നിന്ന് പുറത്തു വരട്ടെ. ഒരു കുഞ്ഞു പോലും നശിച്ചു പോകരുത്. എല്ലാവരും ദൈവാത്മാവിനാൽ പണിയപ്പെടുന്നവരാകട്ടെ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. എനിക്ക് ഈ എൻ്റെ മൊബൈലിൽ മെസ്സേജ് അയക്കുന്നവർ ഇപ്പം ഞാൻ പ്രാർത്ഥിക്കാതെ, പക്ഷെ നിങ്ങൾ സൂമിനകത്തത് ഇട്ടാൽ, ബീന സിസ്റ്റർ, ഷീല സിസ്റ്ററൊക്കെ സൂമിനകത്തിട്ടാൽ, സൂമിനകത്ത് ഇപ്പോൾ ഇട്ടിരിക്കുന്നവരുണ്ട്, നിങ്ങൾ അതിനകത്തിട്ടാൽ ഇതേപോലേക്ക് അത് ടൈപ്പ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ ഞാനിവിടെ നിന്ന് അയച്ചു കൊടുക്കാൻ നിൽക്കണം. 31 ഷേർലി പൊന്നൂസിൻ്റെ മക്കൾ സൈഖൽ സാന്ദ്ര, നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഷൈനി സിസ്റ്റർ മക്കൾ നിർമ്മൽ, ജോയ്സ്, ഷാരോൺ, നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. സിന്ധു സിസ്റ്റർ മക്കൾ കൃഷ്ണദാസ്, നമുക്ക് കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. സോജി സിസ്റ്റർ മക്കൾ ജൊഹാന, ജെയ്ഡൻ, നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. സോഫി സിസ്റ്റർ മക്കൾ അക്ഷയ, ഐശ്വര്യ, ഞാൻ പറഞ്ഞാൽ ഭാവിക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ശുഭ വർഗീസ്, നേരത്തെ ഞാൻ പറഞ്ഞു ലിനി സിസ്റ്റർ മകൻ്റെ പേര് ജോഷുവ. പല ജോഷുമാരുണ്ടല്ലേ. ശുഭ സിസ്റ്റർ മകള്, സാവിയുടെ മകൻ ജോഷുവ, പലരുണ്ട് ജോഷുമാര്. നമുക്ക് ശുഭ സിസ്റ്റർ മകൾ ജോഷുവ, കെസിയ, നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. സൂക്ഷ്മ സിസ്റ്റർ മകൾ അഞ്ജന രാജൻ, നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. തനുജു സിസ്റ്റർ മകൾ റയൻ, എറിൻ മോൻ, നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. തോമസ് ബാബുവിൻ്റെ മക്കൾ ജോജു തോമസ്, ജോഅന്ന തോമസ്, ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. വിമല സിസ്റ്റർ മക്കൾ കെവിൻ ആൻഡ് റോബിൻ, നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. വിവോ എന്ന സൂമിൽ കയറുന്ന അവരുടെ മക്കളാണ് അതുല്യ. ഈ വിവോ ആരാണെന്ന് മനസ്സിലായാൽ അതൊന്ന് ടൈപ്പ് ചെയ്തെടുക്കണം കേട്ടോ. നമുക്ക് ഇത്രയും കുഞ്ഞുങ്ങൾക്ക് ഓർത്തുകൊണ്ട് നമുക്ക് 1 മിനിറ്റ് വരെ പ്രാർത്ഥിച്ചു. 1 മിനിറ്റ് വരെ എല്ലാവരും പ്രാർത്ഥിച്ചു. ഇത്രയും കുഞ്ഞുങ്ങളെ ഓർത്തുകൊണ്ട് ഇനിയുണ്ട് കേട്ടോ പ്രാർത്ഥിക്കാൻ. എല്ലാവരും 1 മിനിറ്റ് വരെ പ്രാർത്ഥിച്ചു. ഷഖാബാനബാർ ശംദലാഭിനാപന ശഖപ്രൗഢമന ഹത്തുരാപനാരഗഷസ്. കർത്താവേ, ഞങ്ങൾ കുഞ്ഞുങ്ങളെ മുഴുവൻ ബ്ലസ് ചെയ്യുന്ന കർത്താവേ, ഈ കുഞ്ഞുങ്ങളെ മുഴുവൻ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്ന കർത്താവേ.
ലഭാബബ റബപ്രൗഷബന ഹപ്തൽ പ്രൗഢബന ഹപ്തൽ കടകദനം ശഖബാരബ പ്രൗഷബന കടകദനം ലാംതൽ പ്രൗഷബനം. നമുക്ക് ഒരു സെക്ഷനും കൂടെ പ്രാർത്ഥിക്കാനുള്ള പേരുകൾ നമ്മുടെ സൂമിനകത്തിട്ടിട്ടുണ്ട്. ദെബോര ഉറക്കം അല്ലെങ്കിൽ ഇത് എഴുതിയിരിക്കണം കേട്ടോ. ആരിലും ഒന്നോ ദെബോര കേൾക്കുന്നുണ്ടോ? ദെബോര ജോലി കഴിഞ്ഞ് വന്ന് ലേറ്റായിട്ട് കിടക്കുകയാണ്, അപ്പോൾ അതുകൊണ്ട് ഉണ്ട്. ഓക്കെ, ഇതൊന്ന് എഴുതിയിരിക്കണം കേട്ടോ. ഈ ഇപ്പം എഴുതിയിരിക്കുന്നത് ഇന്നിട്ടിരിക്കുന്നത് ഗേളി സിസ്റ്റർ, അവരുടെ മക്കള് അലോയിസ് അലീന, രണ്ട് നിരഞ്ജന സിസ്റ്റർ മക്കള് ആരുഷ് മാധവ്, മൂന്നാമത് റീന സിസ്റ്റർ മക്കൾ മേഘൻ, ആരോൺ, ഇമ്മാനുവൽ. കുഞ്ഞുങ്ങളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. സോണിയ പോൾ, ബേക്കൻ, അബിഗയിൽ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. അരുൺ സിമിയുടെ മക്കള് സാം, സന, അനിൽ സ്നേഹയുടെ മക്കള് സൈറ, ശ്രേയ, ഡാളി ബിജുവിൻ്റെ മകൻ ജിത്ത്, ഡേസി രാജുവിൻ്റെ മക്കൾ ജാസ്മിൻ, റോസ്മിൻ, ജാസ്മിൻ സജിയുടെ മകൾ ഡോണ, അനിൽകുമാർ, ബീനയുടെ അവരുടെ മക്കൾ അഭിഷേക്, അവൻ എഞ്ചിനീയറിംഗ് എക്സാം മൺഡേ സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്ക് ആ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. കൂടാതെ ഇതിനകത്ത് എഴുതാത്ത ഒന്നുകൂടി ഉണ്ട്. നമ്മുടെ ഷീന സിസ്റ്റർ മക്കള് ജെറിൻ, ഏഞ്ചൽ, ജിതിൻ. നമുക്ക് കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും പേര് പറഞ്ഞ് നമ്മൾ പറഞ്ഞെന്ന് വിശ്വസിക്കുന്നു. കുമാർ, ബീന വെള്ളറട, ജെറോമ മെഡിസിൻ പഠിക്കുന്നു, ജെറീന നീറ്റിൻ്റെ എക്സാം എഴുതുന്നു. നമുക്ക് കുഞ്ഞുങ്ങളെ കൂടെ നമുക്ക് ദൈവകരങ്ങളെ കേൾപ്പിച്ച് പ്രാർത്ഥിക്കാം. ഓക്കെ, നമുക്ക് ഒരു മിനിറ്റ് കൂടെ എല്ലാവരും കൂടെ ഈ ഒരു പ്രാർത്ഥനയോടെ നമുക്ക് നിർത്താം. എല്ലാവരും ഒരു മിനിറ്റ് കൂടെ ഈ കുഞ്ഞുങ്ങൾക്കൂടെ വേണ്ടി പ്രാർത്ഥിച്ചു. ശഖന ബദുരബന ഘടകദന ശംദൽ പ്രൗഷബന ഘടകദന വേദ പ്രൗഷ. ഒരു മിനിറ്റ് എല്ലാവരും പൈക്കൻ മുട്ടിട്ട് പ്രാർത്ഥിച്ചു ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. ലഖാപാന അന്തുരാപന പ്രൗഷബന ഘടകദനം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മുഴുവൻ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, ഇന്ന് രാവിലെ ഞങ്ങൾ കർത്താവേ ഈ 50 കുടുംബങ്ങളുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. 100 ചില കുഞ്ഞുങ്ങളുടെ പേരുകൾ ഞങ്ങളിവിടെ പറഞ്ഞു പ്രാർത്ഥിച്ചു. ഈ കുഞ്ഞുങ്ങളെ മുഴുവൻ അങ്ങ് അനുഗ്രഹമാക്കണം. ഈ കുഞ്ഞുങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മൊത്തം കർത്താവ് പുറത്തു കൊണ്ടുവരണം. കർത്താവുമായിട്ട് ചേർന്ന് ജീവിപ്പാൻ കൃപ കൊടുക്കണം. അവർ അടിമത്തങ്ങൾ പരിശുദ്ധാത്മാവ് ആരെങ്കിലും അടിമത്തത്തിലാണെങ്കിൽ അടിമത്തങ്ങളെ പൊളിക്കണം. അവർ കൃപാവരങ്ങളാൽ നിറയണം. തെറ്റായ ബന്ധങ്ങൾ മുറിഞ്ഞു മാറണം. ഒരു വ്യക്തി പോലും തെറ്റിപ്പോകരുത്. പരിശുദ്ധാത്മാവ് അവരെ മുഴുവൻ നിയന്ത്രിക്കണം. അങ്ങവരെ ലീഡ് ചെയ്യണം. ലാഭ റബാന ശബൽ പ്രവണ. അവർ വെളിപ്പാടുള്ളവരായി മാറണം. അവർ സ്വപ്നമുള്ളവരായി മാറണം. ലാഭാന അവരുടെ ഭാവിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായമായ കുഞ്ഞുങ്ങളുണ്ട്. പഠനം കഴിഞ്ഞ് കർത്താവ് അടുത്ത നല്ല പഠനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. പഠനം കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. കർത്താവേ, അവർക്ക് വേണ്ടി എല്ലാം ദൈവിക ഇടപെടലുകൾ തുറക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവിക ഇടപെടലുകൾ വെളിപ്പെടാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഷാഭ ലപാന റബേനി ആംദുരി വീത പ്രൗഷസ്. നമുക്ക് ഈ സെക്ഷൻ ഇവിടെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഇന്ന് പകല് നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് നമ്മുടെ ബൈബിൾ കോളേജ് നമ്മൾ ക്ലാസ് എടുക്കാറില്ലായിരുന്നു. ഉപവാസ പ്രാർത്ഥന കാരണം നമ്മൾ അതിനകത്തായിരുന്നു. പക്ഷേ ഉപവാസ പ്രാർത്ഥന ഇപ്രാവശ്യം പക്ഷേ കണ്ടമാന വിടുതലുകൾ ഞങ്ങൾക്ക് ഒരുക്കിയെന്നതിനോട് പലരും സംസാരിച്ചു. ഓൺലൈനിലുള്ളവരും ഓഫ്ലൈനിലുള്ളവരും പറഞ്ഞു. പ്രത്യേക രീതിയിൽ ഞങ്ങളെ യാഗമാകാൻ കർത്താവ് അനുവദിച്ചു. ഞങ്ങളുടെ സ്വഭാവങ്ങൾക്കൊക്കെ ഭയങ്കര മാറ്റം ഇപ്രാവശ്യത്തെ ഉപവാസ പ്രാർത്ഥനയെ കർത്താവ് നൽകി. ഭയങ്കരമായ വിശാലമായ കാഴ്ചപ്പാടുകൾ നൽകിയെന്ന് പറഞ്ഞു. എല്ലാവരും ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഉച്ചയ്ക്ക് പകല് നമുക്ക് രാവിലെ 11 മണിക്ക്
നമുക്ക് ഓൺലൈൻ മീറ്റിംഗ് കൊണ്ട് എനിക്ക് ആകെ ഒരു ദിവസം ഒഴിവുള്ളതാണ് ഇന്ന്. നാളെ വിശുദ്ധ ആരാധനയാണല്ലോ. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഞാൻ നേരെ മൂന്നാർക്ക് പോകുന്നു. മൂന്നാർ ചർച്ചിൻ്റെ ടൂറ് പോകുന്നു. ചൊവ്വാഴ്ച രാവിലെ വെളുപ്പിന് ടൂറ് കഴിഞ്ഞ് അർദ്ധരാത്രി വന്ന് വെളുപ്പിന് പിറ്റേ ദിവസം വെളുപ്പിന് ഛത്തീസ്ഗഡിലേക്ക് പോവുകയാണ്. നിങ്ങൾ വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതം ഉള്ളവർ ഞങ്ങളുടെ ഈ പ്രാവശ്യത്തെ ഛത്തീസ്ഗഡ് മിഷൻ ട്രിപ്പിനെ ഓർത്ത് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. നിങ്ങൾക്കറിയാം വടക്കേന്ത്യയിലെ പ്രശ്നങ്ങൾ, ഏറ്റവും അധികം പ്രശ്നമുള്ള സ്ഥലങ്ങൾ നിങ്ങൾക്കറിയാം. ഒരു പ്രത്യേക കാൽവെപ്പായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കണം. എനിക്കറിയാം ദൈവാത്മാവ് ചിലരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കും. ഞാൻ അവർക്ക് വേണ്ടിയാണ് പറയുന്നത്. എല്ലാവരും പ്രാർത്ഥിക്കേണ്ട, എല്ലാവരും പ്രാർത്ഥിക്കാൻ പറ്റുകയില്ല. പക്ഷെ ആരെ കൊണ്ടെങ്കിലൊക്കെ ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ മഹിമയായത് ഞാൻ പറഞ്ഞാലും പറഞ്ഞില്ലേലും ചിലർക്ക് കർത്താവ് അങ്ങനെ ഭാരം തരും. ഭാരം തരുന്നവർ പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഞാനൊരു വാക്ക് പ്രാർത്ഥിച്ച് ഈ സെക്ഷൻ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമുക്ക് 11 മണിക്ക് ദൈവവചന പഠനത്തിനായിട്ട് ഒരുമിച്ച് കൂടാം. ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് രാവിലെ ഒരുമിച്ച് വന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ ആത്മീക വളർച്ചയ്ക്ക് വേണ്ടി, ദൈവിക ഇടപെടലുകൾക്ക് വേണ്ടി ഞങ്ങളുടെ തലമുറകളെ അങ്ങ് മടക്കി കൊണ്ടുവരുമെന്നുള്ള യെശയ്യാപ്രവാചകന്റെ പ്രവചന നിവർത്തി ഈ തലമുറയിൽ വരുവാനുള്ള യുഗത്തിന്റെ ശക്തി തുറക്കുന്നവർക്ക് വേണ്ടി വെളിപ്പെട്ട് വരുമെന്നുള്ള തിരുവചന സത്യങ്ങളൊക്കെ ഇന്ന് രാവിലെ ഞങ്ങളെ പഠിപ്പിച്ചതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാണ്. ഈ കുഞ്ഞുങ്ങളെ, ഈ കുടുംബങ്ങളെ മുഴുവൻ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ചുള്ള പ്രാർത്ഥന ഇവരെ സ്പിരിച്വൽ ലൈഫിനെ തുറക്കട്ടെ. കർത്താവ് ആളുകളെ കാണിക്കുന്നത് പോലെ കൃപാവരങ്ങൾ തുറക്കട്ടെ. ഇവരുടെ മേൽ ഗ്ലോറി റിലം ഓപ്പൺ ആകട്ടെ. ഇവരുടെ മഹത്വം കർത്താവെ കിരീടമായി അങ്ങ് തൻ്റെ ജനത്തിൻ്റെ മേൽ ഇറങ്ങി കത്തി നിൽക്കുന്ന ദൈവവചനത്തിന്റെ സത്യങ്ങൾ ഇവരുടെ മേൽ വെളിപ്പെട്ട് വരട്ടെ. ഇവരുടെ മേൽ ക്രൗണുകൾ പരിശുദ്ധാത്മാവ് ആത്മീക സൗരഭ്യവും ആത്മീക സൗന്ദര്യവും ആത്മീക പൊസിഷനും വർദ്ധിപ്പിക്കുന്ന സ്പിരിച്വൽ ക്രൗണുകൾ കർത്താവ് ഇവരുടെ മേൽ ഈ പ്രഭാതത്തിൽ തുറക്കാൻ ഞാൻ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത് ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥന വിഷയങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. മഹത്വം കുഞ്ഞാടിന് പ്രാർത്ഥനകളും യാചനകളും കേട്ടവനായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം. സ്വർഗീയ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിമടത്തുന്ന പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സഹവാസവും കൂട്ടായ്മയും കാവലും പ്രാർത്ഥിച്ച സകല പ്രാർത്ഥനാ വിഷയങ്ങളോടും ഭൂലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും നമ്മൾ ഓരോരുത്തരോടും ഇന്നും എന്നേക്കും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവരെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഷലോം. Shalom. Shalom. Shalom.